സൂര്യനോട് ചോദിച്ചിട്ടല്ല താമര വിടരുന്നത്. ഏകലവ്യൻ ദ്രോണാചാര്യർക്ക് ഗുരുസ്ഥാനം കൽപ്പിച്ചത് അങ്ങേരോട് ചോദിച്ചിട്ടല്ല. എന്റെ കടിയെന്ന് വിച്ചിമ്മയും പറഞ്ഞേ. എന്ത് പറ്റി പറഞ്ഞ? ഞാൻ നാളെ ശ്രീകുടിയുടെ അടുത്ത് എന്റെ പ്രണയം തുറന്നു തീരുമാനിച്ചു. എന്താണ് എനിക്കും ഇഷ്ടം. ഞാനിതുപോലെ കഴിഞ്ഞ വർഷേ ഒരുത്തനോട് പ്രപ്പോസൽ പറയാൻ പോയതാ. ഫോൺ ഒഴിക്കും ബൈക്ക് ഇങ്ങോട്ട് സ്കിഡ്, അവന്റെ കൈ ഒടിഞ്ഞ് കാലൊടിഞ്ഞ് എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ അവനെ പെണ്ണു പോയിട്ടൊരു പട്ടി കൊടുത്ത് കൊണ്ട് തിരിച്ചു നോക്കളാ. അവനിപ്പോ ഞങ്ങളെ പാർട്ടിയാ. ആ എന്തൊരു ദൂരോ സൂര്യോട് വെച്ചിട്ടില്ല. അതോട്ടെ അവളെ സോറി. പിന്നല്ല എന്റെ മുഖത്തൊക്കെ ഇഷ്ടം പറയാൻ ആർക്കെ പറ്റാ അല്ലേ? അവൻ ആദ്യത്തെ കമ്മിറ്റഡ് പോയി, അതായത് ക്ഷീണം പോയി. നിനക്ക് എന്താടാ എന്തിനാണ് മോടി ഇരിക്കി? നാളെ തൊട്ട് 2 നേരം കാണുന്നത് അതിന്റെ പെട്രോൾ കാശ്, ആഴ്ചയിൽ ഒരു സിനിമ അതിന്റെ ടിക്കറ്റ് കാശ്, പിന്നെ സർപ്രൈസ് ഗിഫ്റ്റ് അത് മസ്റ്റ് ആണ് വിത്ത് ഹേർഡ് സിമ്പിൾ അതിന്റെ കാശ്. ഇനി ഇവളുമാരെ തക്കടയിലൊന്നും കയറില്ല. സ്റ്റാർബക്സിലെ ചായ, കാരകളുടെ ബിരിയാണി, മക്രോണസിലെ മറ്റേ ബർഗർ, പിസ്സ, തേങ്ങ, മാങ്ങ, അവിയല്, സാമ്പാർ, കോപ്പ്, ചീപ്പ്, കണ്ണാടി, ചെലവോടിക്കലേ. ഓ ഞാനത് സഹിച്ചു. ഇന്നോ അടിച്ചടി കാശിന്റെ ഇരിക്കട്ടെ. ടൈമാണ് മെയിൻ. 1-3 വീഡിയോ കോള്, 2 മണിക്കൂർ ഓഡിയോ കോള്, 24/7 വാട്സ്ആപ്പ് മെസ്സേജ്, അപ്ഡേറ്റോട് അപ്ഡേറ്റ്. എന്റെ പൊന്നലെ ജീവിതം നടന്നില്ല, പറന്നു പോകും. ഒരു പണിയില്ലാത്ത പതിനകത്ത് എനിക്ക് എന്ത് ടൈം അത് വേണത്തോടെ കൃഷ്ണോടെ വിഷുണ്ട. എന്റെ പൊന്നോട് അവന് എന്ത് പറഞ്ഞ അടുക്കളല്ല. സൂര്യനോട് വെച്ചിട്ടില്ല താവള വരുന്നു. പിന്നെ ഒരു പ്രധാന കാര്യം പ്രൈവസി, അതാണ് മെയിൻ. നിനക്ക് അങ്ങനെ തിരിയാൻ പറ്റില്ല. നിന്റെ ഇൻസ്റ്റ ഐ ഡി, ഫേസ്ബുക്ക് ഐ ഡി, നിന്റെ സ്നാപ്ചാറ്റ് സകലം ഉണ്ടായിരുന്നു അവളെ നിർത്തി. പിന്നെ നിന്റെ ഗൂഗിൾ പേയുടെ പാസ്വേഡ് മുതൽ മൂലാധാരത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ വരെ അവളുടെ കയ്യിലാവും. പൊന്നാളെ എനിക്ക് പ്രണയം വേണ്ട, ഒരു തേങ്ങയും വേണ്ട. ഞാൻ പാട്ടിയതാ സിഗ്മ മെയിൽ. ഞാൻ പാട്ടിയതാ.